സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. യോഗാധ്യക്ഷൻ സുധാകർ ബാബുജി, സപ്താഹാചാര്യൻ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി, അതുപോലെ വേദിയിലുള്ള ആദരണീയരായ എല്ലാ മഹാത്മാക്കൾക്കും സന്യാസി വര്യന്മാർക്കും പ്രണാമം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. കഴിഞ്ഞ 11 പ്രാവശ്യം ഭാഗവതം ശ്രവിച്ച അല്ലെങ്കിൽ ശ്രവിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു ദിവ്യമായ ക്ഷേത്ര അങ്കണത്തിലാണ് നമ്മൾ ഈ ഒരു പ്രഭാതത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ വർഷം വരാൻ പോകുന്നത് ഭാഗവത സത്രമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യക്രമത്തിന് ആണ് ഈ ഒരു ക്ഷേത്ര സമിതി മുൻകൈയെടുത്തിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ 3-4 പരിപാടികൾക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സമാജത്തിന് ഗുണകരമാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാമാജികമായിട്ടും സാമൂഹികമായിട്ടുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ഇതിന്റെ അന്നക്ഷേത്രത്തുമായി ബന്ധപ്പെട്ട് ഈ ഹാളുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടനമോ തറക്കല്ലിടലോ എന്ന് ഓർമ്മയില്ല, അതിൽ വന്നിരുന്നു. ഗായത്രി യജ്ഞത്തിന് വന്നിരുന്നു. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ധർമ്മ സന്ദേശ യാത്രയ്ക്ക് ഈ പ്രദേശത്ത് സ്വീകരണം കൊടുക്കുന്നതിന് വേണ്ടി ആലോചിക്കാൻ വന്നപ്പോൾ ഈ ക്ഷേത്ര കമ്മിറ്റി അകമഴിഞ്ഞ പിന്തുണയും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു തന്നത് ഈ അവസരത്തിൽ വീണ്ടും ഓർമ്മിക്കുകയാണ്. ഏതായാലും ഭഗവത ശ്രവണത്തിന് വീണ്ടും ഭാഗ്യം നമുക്ക് ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് സത്രമാകുമ്പോൾ അനവധി മഹാത്മാക്കളിലൂടെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചൊക്കെ വളരെ പരിണിതജ്ഞരായ മഹാത്മാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല, അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ നമ്മൾ അധികാരിയുമല്ല. എങ്കിലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സൂചിപ്പിക്കുമ്പോൾ ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നത് പോലെ ഭക്തിയാകുന്ന യൗവനയുക്തയായ അമ്മയ്ക്ക് ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന സന്തതികൾ വൃദ്ധരായിട്ടുണ്ടായിരുന്നു എന്നും ആ വൈരാഗ്യങ്ങളായ സന്തതികളുടെ ആ വൃദ്ധാവസ്ഥ മാറുവാൻ ഭാഗവത ശ്രവണം കേൾക്കേണ്ടി വന്നു എന്നുമാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ആയിരുന്നു എങ്കിലും ഇന്നും അങ്ങനെയാണോ സമാജത്തിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഇന്ന് പൊതുവെ നോക്കുമ്പോൾ ഭക്തി വർദ്ധിച്ചു വരികയാണ്, പക്ഷെ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഒരു ക്ഷയം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന മക്കൾക്ക് ഇന്ന് വീണ്ടും വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വാർദ്ധക്യത്തെ ഇല്ലാതാക്കുവാനുള്ള പ്രയത്നമാണ് ഇത്തരം സത്രങ്ങളിലൂടെയും സപ്താഹങ്ങളിലൂടെയും മുമ്പോട്ട് പോകേണ്ടത്, ചെയ്യേണ്ടത്. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം ജ്ഞാനവൈരാഗ്യങ്ങളാണ് മനുഷ്യനെ മുക്തിപഥത്തിലേക്ക് ഉയർത്തുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ യുവസമൂഹം ഭക്തിയിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷകരമാണ്. ഇന്നലെകളിൽ നമ്മുടെ സമാജത്തെ വഴിതെറ്റിക്കുന്ന പലരുടെ പിന്നാലെ പോയ യുവത്വം ഇന്ന് ഭജന സംഘങ്ങളിലെ നടത്തുന്ന പരിപാടികൾക്ക് 10,000-ങ്ങളാണ്. അതും മിക്കവാറും ചെറുപ്പക്കാരാണ്. ആവേശത്തോടുകൂടി പങ്കെടുക്കുകയും അവിടെ നാമം ജപിക്കുകയും കൈകൊട്ടി കൊണ്ട് സർവ്വതും മറന്ന് ഈശ്വര നാമങ്ങൾ ജപിക്കുന്ന ഒരു കാഴ്ച മാറുന്ന കേരളത്തിന്റെ ഒരു സാമാജിക വ്യവസ്ഥിതിയാണ്. അപ്പോൾ തന്നെ അവർക്ക് അജ്ഞാനവും വൈരാഗ്യത്തിന്റെയും ഭാവം നൽകണം. വൈരാഗ്യം എന്ന് പറയുമ്പോൾ അത് ദാരിദ്ര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതല്ല, മറിച്ച് അമിതമായ ഭോഗാസക്തിയിൽ പെടാതെ മനുഷ്യൻ സന്തോഷമായി സമാധാനപരമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കാനും അത് കുടുംബ ജീവിതവും സമാജ ജീവിതവും മുന്നോട്ട് നയിക്കുവാൻ ഉതകുന്ന കൃത്യമായ ഒരു കാഴ്ചപ്പാട്. അമിതമായ ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തി നേടി ആവശ്യമുള്ളതിനെ തീർച്ചയായിട്ടും അധ്വാനിച്ചുണ്ടാക്കി ജീവിക്കുമ്പോൾ സന്തോഷകരമായ ഒരു ജീവിതവും ഒരു കുടുംബ ജീവിതവും നയിക്കുവാൻ വൈരാഗ്യം ആവശ്യമാണ്. വൈരാഗ്യത്തിന്റെ പരമതലം സന്യാസിമാർക്ക് വേറെ തലമുണ്ടെങ്കിലും ഒരു കുടുംബ ജീവിതത്തിനും വൈരാഗ്യം ആവശ്യമാണ്, സമാജ ജീവിതത്തിനും വൈരാഗ്യം ആവശ്യമാണ്, ഗൃഹസ്ഥനും വൈരാഗ്യത്തിന്റെ ഒരു തലം വരെ വൈരാഗ്യം ആവശ്യമാണ്. കാരണം ഇന്ന് ഭോഗ സംസ്കാരത്തിൽ അടിമപ്പെടുമ്പോൾ നമ്മുടെ സംസ്കാരത്തെയും ജീവിതത്തെയും ഒക്കെ മറന്നുകൊണ്ട് അവസാനം അതിന്റെ പരിണിത ഫലം ദുഃഖത്തിലേക്ക് എത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സാമാജികമായ വലിയൊരു ഉത്തരവാദിത്വം ഇത്തരം സപ്താഹങ്ങളിലൂടെ
ഈ സമാജത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ ഈ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങൾക്ക് ഒരുപക്ഷെ പാലക്കാട് നഗരത്തിലുള്ള ക്ഷേത്രത്തെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ക്ഷേത്രങ്ങൾ ഉണ്ട് ഇവിടെ. അത് ആവശ്യവുമാണ്. പ്രത്യേകിച്ചും കൊഴിഞ്ഞാമ്പാറ, ചിറ്റൂർ മേഖലയിൽ നമ്മുടെ സഹോദരന്മാരുടെ, നമ്മുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ട് മതാന്തരങ്ങളിലേക്ക് ധാരാളം മതം മാറ്റ പ്രക്രിയകൾ നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഭാഗങ്ങളിലൊക്കെ. അതിനെ വലിയൊരു അളവ് വരെ തടുത്തു നിർത്തി നമ്മുടെ സനാതന ധർമ്മത്തിൽ അടിയുറച്ച് നിർത്തുവാൻ നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ കുടുംബങ്ങളെ ഈ ധർമ്മത്തിൽ അടിയുറച്ച് നിർത്തുവാൻ വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത്. അതിന്റെ ഭാരവാഹികളെ ആ തരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടതാണ്. കാരണം നമ്മുടെ മതത്തിൽ നിന്ന്, നമ്മുടെ ധർമ്മത്തിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ശത്രുവായിട്ട് നമ്മുടെ ധർമ്മത്തിന് മാറുന്ന കാഴ്ച അത് പണ്ട് വിവേകാനന്ദ സ്വാമി മാത്രം പറഞ്ഞതല്ല, അതൊരു യാഥാർത്ഥ്യമായി ഇന്നും തുടരുകയാണ്. അപ്പൊ ആ തലത്തിലേക്ക് പോകാതെ നമ്മുടെ കുടുംബങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവർക്കൊരു ആശ്രയവും അത്താണിയുമായിട്ട് ഭഗവാനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുവാനും അവിടെ ജപിക്കുവാനും അവിടെ വേണ്ട അതുപോലെ തന്നെ സാധിക്കുന്ന രീതിയിലുള്ള മറ്റ് സാമാജിക ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ ക്ഷേത്രം മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടും ഭവ്യമായ ഈ ഒരു കാര്യപരിപാടി സമാജത്തിന്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയോടുകൂടി ഒരു പരമ്പരയുടെ അനുഗ്രഹത്തോടുകൂടി പൂർണ്ണമായ ഭവ്യമായ രീതിയിൽ നടക്കുമാറാകട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ധാരാളം പേരുടെ ഭാഷണങ്ങൾ ഇവിടെ കേൾക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ തരത്തിലും ഒരു പരമ്പരയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ഇതിനുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യപരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോ.